ഹലോ ഗൈസ്, ചെമ്പന്നീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചന്ദ്രമതി റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേന് ശ്രുതി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അമ്മ ഇന്നലെ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല, AC ഇല്ലാതെ ഉറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര ചൂടാരെന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്രമതി വന്ന് നോക്കുമ്പോഴത്തേന് ശ്രുതി നല്ല ഉറക്കമാണ്. അതുകൊണ്ടോ ശ്രുതി ഉറങ്ങുന്നുണ്ടല്ലോ, പിന്നെ നിനക്ക് എന്തായിരുന്നു കുഴപ്പമെന്ന് പറയും. അമ്മ എനിക്കിങ്ങനെ ചൂടടിച്ച് കിടക്കാൻ പറ്റത്തില്ല, ഒന്നുമില്ലെങ്കിലും ഞാനൊരു ബിസിനസ്സുകാരനാകാൻ പോകുന്ന ആളല്ലേ, അപ്പോൾ എനിക്കിങ്ങനെ ഉറക്കളച്ചൊന്നും ചെയ്യാൻ പറ്റില്ല, ടാക്സിക്കാരനെ പോലൊന്നും അല്ല എന്നൊക്കെ അമ്മയോട് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ പറയും, എൻ്റെ മോനെ എനിക്ക് സങ്കടമുണ്ട് നിങ്ങളിവിടെ കിടക്കുന്നതിൽ, പക്ഷേ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മോനെ എന്ന് പറയും. അതല്ലമ്മേ, ഞാനിങ്ങനെ ഉറക്കളച്ചൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ബുദ്ധിക്ക് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് വരും, ഞാൻ എങ്ങനെയാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നത്, അമ്മ എങ്ങനെയെങ്കിലും സച്ചിയെയും രേവതിയും ആ മുറിയിൽ നിന്ന് ഇറക്കി തരാമെന്ന് ചോദിക്കും. എൻ്റെ മോനെ അതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല, നിൻ്റെ അച്ചമ്മ തീരുമാനിച്ചതല്ലേ, അതിന് എന്തെങ്കിലും ഞാൻ മാറ്റം വരുത്തിയാൽ അച്ചമ്മ ഇനി വന്നിട്ടേ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കും, അതുകൊണ്ട് മോൻ എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്ത് പറ്റത്തുള്ളൂ എന്ന് പറയും. അമ്മയും കൂടെ എന്നെ കൈ ഒഴിയുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രുതി. പിന്നീട് എല്ലാവരും കൂടി ഇരുന്ന് ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതി ഇരുന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, എന്താ ഇവൻ ഇപ്പം ഇരുന്ന് ഈ ആലോചിക്കുകയാണോ എന്ന് ചോദിക്കും. എന്നിട്ട് ശ്രുതിയെ വിളിക്കുന്നുണ്ട് ഉടനെ ശ്രുതി. എന്താ ശ്രുതി ഈ കാണിക്കുന്ന, എഴുന്നേക്കെന്ന് പറയും. ഉടനെ ശ്രുതി ചാടി എണീറ്റിട്ട് എന്താ വേണ്ട സാർ, ഫ്രിഡ്ജ് വേണോ വാഷിംഗ് മെഷീൻ വേണോ എന്നൊക്കെ ചോദിച്ച് അങ്ങ് ഇരുന്ന് പറയുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കും, ഇതെന്താടാ നിനക്ക് സ്വപ്നത്തിലും ഇതൊക്കെ തന്നെയുള്ളൂ, ബിസിനസ് ചെയ്താണോ എന്നൊക്കെ ചോദിക്കും. അതല്ല, ഞാനിങ്ങനെ ഉറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എന്നൊക്കെ പറയും. ഉടനെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട്, ഏട്ടാ എന്താ ഏട്ടൻ്റെ കമ്പനി ഒന്നും തുറക്കാത്തത്, ഷോറൂം എന്നാ തുറക്കാത്തത്, പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞില്ലേന്ന് ചോദിക്കും. അത് ശരിയാടാ, നീ എന്താ തുറക്കാൻ ഇങ്ങനെ വിഷമിക്കുന്നതെന്നൊക്കെ ഉടനെ രവീന്ദ്രനും ചോദിക്കും. അത് അച്ഛാ, ഒരു സെലിബ്രിറ്റിയെ കിട്ടിയില്ല, നമ്മുടെ കട ഒരു ഉദ്ഘാടനം ചെയ്യുമ്പോഴേ നല്ലൊരു സെലിബ്രിറ്റി വേണം ഉദ്ഘാടനം ചെയ്യാനൊക്കെ പറയും. അത് കേൾക്കുമ്പോഴത്തേന് ചന്ദ്രമതിക്ക് അങ്ങ് സങ്കടം വരുന്നുണ്ട് കേട്ടോ. സച്ചി ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാടാ നിൻ്റെ കട ഉദ്ഘാടനം ചെയ്യാനായിട്ട് ഒരു സെലിബ്രിറ്റിയൊക്കെ വിളിക്കുന്നത്, അതിനൊക്കെ ഒത്തിരി രൂപ ആകത്തില്ലേ, ഞങ്ങളുടെ കടയാണെങ്കിൽ വർഷമല്ലേ ഉദ്ഘാടനം ചെയ്തു, 2500 രൂപ ഞാൻ കൊടുത്തില്ലേ, അതുപോലെ തന്നെ നീ ആരെങ്കിലും കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണം നല്ലൊരു തുകയൊക്കെ ആകുമെന്ന് പറയും. അതിനൊന്നും കുഴപ്പമില്ല, ഞാൻ ഈ കട ഉദ്ഘാടനം ചെയ്യാനായിട്ടേ ഒരു 2 ലക്ഷം രൂപ മാറ്റി വെച്ചിട്ടുണ്ട് സെലിബ്രിറ്റിക്ക് കൊടുക്കാനൊക്കെ പറയും. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നത്, 2 ലക്ഷം രൂപയോ, നിനക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രുതിയുടെ അച്ഛൻ ഈ പൈസ തന്നിരിക്കുന്നത്, അല്ലാതെ ലാവിഷടിച്ച് ജീവിക്കാനല്ല എന്നൊക്കെ പറയും. അപ്പോഴത്തേനുടനെ ശ്രുതിയും പറയുന്നുണ്ട്, നല്ലൊരു സെലിബ്രിറ്റി വന്ന് ഉദ്ഘാടനമൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതല്ലേ, കടയ്ക്കൊരു പേരൊക്കെ കിട്ടില്ലേ അങ്കിളെ എന്നൊക്കെ ചോദിക്കും. അതൊക്കെ കാര്യം ശരിയാണ് മോളെ, പക്ഷേ നിങ്ങളുടെ കയ്യിരിക്കുന്ന കാശ് നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറക്കുക, അല്ലാതെ ഇവർക്കൊക്കെ കൊടുത്ത് തീർക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, ഇതുപോലുള്ള കടകളൊക്കെ നടത്തി വിജയിച്ചിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അവരെ കൊണ്ടൊക്കെ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചാൽ പോരെ ശ്രുതി എന്ന് ചോദിക്കുമ്പോഴത്തേനുടനെ ശ്രുതി പറയും, എൻ്റെ രേവതി, നിങ്ങൾ നടത്തുന്ന പോലെ ചെറിയൊരു പൂക്കടയൊന്നും അല്ല ഞങ്ങൾ നടത്തുന്നത്, ഞങ്ങൾ വലിയൊരു ബിസിനസ്സാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു സെലിബ്രിറ്റി വേണം അത് ഉദ്ഘാടനം ചെയ്യാൻ എന്നൊക്കെ പറയുമ്പോഴത്തേന് എല്ലാവരും പറയുന്നുണ്ട്, എന്തിനാ അങ്ങനെ ഒരു ആൾ, എന്തിനാ അത്രയും കാശൊക്കെ കളയുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ രവീന്ദ്രൻ പറയും, മോനെ നിങ്ങളുടെ കയ്യിരിക്കുന്ന കാശ് നിങ്ങൾ ബിസിനസ്സിൽ ഇറക്കുക, അല്ലാതെ പുറത്തുള്ളവർക്ക് കാശ് കൊടുത്ത് കളയണ്ടെന്ന് പറയും. ചന്ദ്രമതിയാണ് ആകെ സങ്കടത്തിൽ നിൽക്കുക കേട്ടോ, ചന്ദ്രമതിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണമെന്ന് ചന്ദ്രമതിക്ക് ഉണ്ട്, പക്ഷേ ഒന്നും പറയാതെ നിൽക്കുകയാണ്. അപ്പം സച്ചി ഒന്ന് ചോദിക്കുന്നുണ്ട്, എന്താ നീ എന്തിനാ ഈ പുറത്തുനിന്നുള്ള ആളെയൊക്കെ തപ്പുന്നത്, നിനക്ക് ഈ വീട്ടിലുള്ള ആരെ കൊണ്ടെങ്കിലും ഉദ്ഘാടനം ചെയ്യിപ്പിച്ചുകൂടെയെന്ന്. അന്നേരത്തേനുടനെ ചന്ദ്രമതിക്ക് സന്തോഷമാകും, അച്ഛനുണ്ടല്ലോ, അല്ലെ അമ്മയുണ്ടല്ലോ, അല്ലെ അച്ഛമ്മയുണ്ടല്ലോ, ഇതുപോലെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിച്ചുകൂടെയെന്ന്. അത് ശരിയാ മോനെ, നീ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കുകയൊന്നും വേണ്ട, ഇവന് തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ രവീന്ദ്രൻ പറയും. അതല്ല അച്ഛാ, ഞങ്ങളെന്നാൽ ആൻറ്റിയെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് പറയുന്നുണ്ടേ ശരിക്കും സന്തോഷമാകുന്നുണ്ട് ചന്ദ്രമതിക്ക്. അപ്പോൾ സച്ചി പറയും, അത് തന്നെയാ ശരി, അമ്മ ഉദ്ഘാടനം ചെയ്താൽ മതി, പുറത്തുനിന്ന് ആരുടെയും ആവശ്യമില്ല, അമ്മ തന്നെ ചെയ്താൽ മതി എന്നൊക്കെ പറയും. അന്നേരത്തേനുടനെ ശ്രുതിയുടെ അഭിപ്രായം ചോദിക്കുമ്പോൾ ശ്രുതി പറയും, അതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, പുറത്തുനിന്നുള്ള ആരെല്ലാം ചെയ്യുന്നതല്ലേ നല്ലതെന്നൊക്കെ പറയും. അപ്പോഴത്തേനുടനെ ചന്ദ്രമതി അങ്ങ് സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്, നീ എന്താ ചന്ദ്രമതിയുടെ അഭിപ്രായമെന്ന്. അപ്പോൾ ചന്ദ്രമതിയോട് തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മ പറ, ഇവരെയൊക്കെ പറഞ്ഞൊന്ന് മനസ്സിലാക്കാൻ, നിൻ്റെ ഇഷ്ടം പോലെ നടത്തും മോനെ എന്ന് പറഞ്ഞാൽ ചന്ദ്രമതി പറയും. പിന്നെ രവീന്ദ്രൻ പറയും, നിൻ്റെ നന്മയ്ക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ച് നിനക്ക് നല്ലത് വരണമെന്ന് ഓർത്തിരിക്കുന്നത് നിൻ്റെ അമ്മയാണ്, അപ്പോൾ അവൾ തന്നെ ഉദ്ഘാടനം നിർവഹിച്ചാൽ പോരെ എന്ന് ചോദിക്കും. നിന്നെ മറ്റുള്ളവരാരെങ്കിലും ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നീ കാശ് തരുമോ എന്നുള്ളൊരു ടെൻഷനിലായിരിക്കും, ഇതാകുമ്പോൾ നിൻ്റെ അമ്മ നിനക്ക് നല്ലത് വരണമെന്ന് ഓർത്ത് തന്നെയല്ലേ ഉദ്ഘാടനം ചെയ്യത്തുള്ളൂ, അതുകൊണ്ട് അമ്മ ഉദ്ഘാടനം ചെയ്താൽ പോരെ എന്നൊക്കെ സച്ചി
സച്ചി പറയും വേറെ ആരെയും നോക്കണ്ട, അമ്മ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ പറയും. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് അത് ശരി ആൻറ്റി തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതിയെന്ന്. അത് കേൾക്കുമ്പോഴത്തേന് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് ചന്ദ്രമതിക്ക്. അപ്പോൾ വർഷ ചോദിക്കുന്നുണ്ട് എന്താ ചേച്ചി ഇത്ര പെട്ടെന്ന് അങ്ങ് ആളെ മാറ്റിയെന്ന്. അല്ല ഞങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് വെച്ചിരുന്ന ആൻറ്റിയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനായിരുന്നു എന്ന് പറയും. അപ്പോൾ ശ്രുതി ഉടനെ പറയുന്നത് നമ്മൾ അങ്ങനെ അല്ലല്ലോ ഡിസ്കസ് ചെയ്തെന്ന്. അതല്ല ശ്രുതി അതൊക്കെ വേറെ, പക്ഷേ നമ്മളിപ്പം തീരുമാനിച്ച് വെച്ചിരുന്ന ഇതല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും പൗഡർ എടുത്തി പറഞ്ഞത് ശരിയാ കേട്ടോ, അമ്മ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതല്ലേ നല്ലത്. നാളെ അച്ചമ്മയും വരും, ആ സമയത്ത് എല്ലാവരുടെ കൂടി അമ്മ ഉദ്ഘാടനം ചെയ്യുന്നു അച്ചമ്മയുടെ സാന്നിധ്യത്തിൽ, അത് തന്നെ ഫിക്സ് ചെയ്തിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ ശ്രുതിയോട് ചോദിക്കുമ്പോഴത്തേന് ശ്രുതി ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുക, എന്ത് ചെയ്യണമെന്നോ എന്താ പറയേണ്ടതെന്ന്. എടാ നീ എന്തിനാ വേറെ ഒന്നും ആലോചിക്കേണ്ട, ഇത് തന്നെ അങ്ങ് തീരുമാനിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട് സച്ചി. ഉടനെ ശ്രുതി പറയും എന്നാൽ പിന്നെ അതുപോലെ തന്നെ എന്ന് പറയും. ഉടനെ ചന്ദ്രമതി സന്തോഷത്തിൽ ചിരിച്ചിങ്ങനെ നിൽക്കുകയാണ്. പിറ്റേ ദിവസം കടയുടെ ഉദ്ഘാടനമാണ്. ചന്ദ്രമതി ഒരുങ്ങി നല്ല സുന്ദരിയായിട്ടൊക്കെ വന്നിപ്പുണ്ട്, ശ്രുതിയൊക്കെ നിൽപ്പുണ്ട്. അപ്പം മഹിമയും വന്നിട്ടുണ്ട് കേട്ടോ. അന്നേരം ഉദ്ഘാടനം ചെയ്യാനായിട്ട് രവീന്ദ്രൻ പറയും നീ എത്രയും പെട്ടെന്ന് സമയം പോകുന്നു ഉദ്ഘാടനം ചെയ്യുമെന്ന് പറയും. അച്ചമ്മയും നിൽക്കുന്നുണ്ട്, അച്ചമ്മയൊന്നും മിണ്ടുന്നൊന്നുമില്ല കേട്ടോ. അപ്പോഴത്തേന് ഉദ്ഘാടനം ചെയ്യുക ചന്ദ്ര എന്ന് പറയുന്നുണ്ടേ. ചന്ദ്രമതി പറയും എന്തായാലും നമ്മുടെ ചീഫ് ഗസ്റ്റിനെയും കൂടി ഇങ്ങോട്ട് വിളിക്കുമെന്ന് പറയും. ചീഫ് ഗസ്റ്റോ അതാരാന്ന് ചോദിക്കും. മഹിമയെ ഇങ്ങ് കയറി വാന്ന് പറഞ്ഞ ഉടനെ മഹിമയൊക്കെ വിളിച്ച് അടുത്ത് നിർത്തുന്നുണ്ട്. മഹിമ വലിയ ജാടെ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സച്ചിക്കും രേവതിക്കും അങ്ങ് എന്തോ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവരെന്നാലും ഒന്നും പറയുന്നൊന്നുമില്ല. പിന്നെ ചന്ദ്രമതി ഉദ്ഘാടനമൊക്കെ നടത്തി എല്ലാവരുടെ അകത്തേക്ക് കയറി പോവുകയാണ്. രവീന്ദ്രൻ അന്നേരം രേവതിയോട് പറയുന്നുണ്ട് മോളെ എന്താ അമ്മ വരാഞ്ഞത്, ഞാൻ രശ്മിയെ വിളിച്ചതായിരുന്നല്ലോ എന്ന്. അത് കേൾക്കുമ്പോഴത്തേനുടനെ ചന്ദ്രമതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തിനാ ഇവളുടെ അമ്മ വരുന്നത്, വേറെ ഒരു പണിയില്ല, ഈ ഇതുപോലുള്ളൊരു കടയിലൊക്കെ കയറാനുള്ള യോഗ്യത അവൾക്കുണ്ടോ, ഈ കടയിൽ നിന്ന് വല്ല സാധനം മേടിക്കാനുള്ള ഒരു ആംബിയർ അവർക്കുണ്ടോ, പിന്നെ എന്നാ കാണിക്കാൻ അവൾ ഇവിടെ വരുന്നത്, ഒരു സ്പൂണ് പോലും മേടിക്കാനുള്ള കപ്പാസിറ്റി അവൾക്കില്ല എന്ന്. അതുകൊണ്ട് അല്ലേ ഞാൻ മഹിമയെ വിളിച്ചത്, മഹിമയാണ് ഇവിടുന്ന് ലക്ഷങ്ങളുടെ പർച്ചേസ് നടത്തും, അതുപോലല്ല ഇവളുടെ അമ്മ വന്നിട്ട് എന്നാ എടുക്കാനാന്നൊക്കെ പറയും. ചന്ദ്രൻ നീ മിണ്ടാതിരുന്നോണം, ഇതൊരു കടയാണ്, നിൻ്റെ മരുമോളുടെ അമ്മയെക്കുറിച്ചാണ് നീ പറയുന്നൊക്കെ ഒരു ഓർമ്മ വേണം, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല കേട്ടോ എന്ന് പറയുമ്പോഴത്തേന് ഭാമ വന്ന് ചന്ദ്രമതിയെ വിളിച്ചുകൊണ്ട് അങ്ങ് പോകുന്നുണ്ട്. രവീന്ദ്രൻ അന്നേരം രേവതിയോട് പറയുന്നുണ്ട് മോൾ ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ എന്ന്. അതുകൊണ്ടല്ലേ വെച്ചാൽ ഞാൻ അമ്മയോട് വരണ്ടെന്ന് പറഞ്ഞത്, അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അപമാനിക്കപ്പെടുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നൊക്കെ പറയും. അന്നേരം രവീന്ദ്രൻ വാ മോളെ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോകുമ്പോൾ സച്ചി വന്ന് രേവതി വാ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ രേവതി കണ്ണ് തുടയ്ക്കുന്നത് സങ്കടപ്പെടുന്നതൊക്കെ കാണുന്നുണ്ട് സച്ചി. എന്താ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കും. ഒന്നുമില്ല സച്ചേട്ടാന്ന് പറയും. എന്നാൽ വാ നമുക്കെല്ലാം കയറി കാണാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോവുകയാണ് രേവതിയെ. അപ്പം പിന്നീട് കാണിക്കുന്നത് അകത്ത് എല്ലാവരുടെ നിലവിളക്കൊക്കെ കൊളുത്ത് കാണുക. അന്നേരം ശ്രുതിയാണ് നിലവിളക്ക് കൊളുത്തുന്നത്. അപ്പോൾ എല്ലാവരും നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്. രേവതിയും ഇങ്ങനെ നെച്ചിത്തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.